ബാക്ക് ടു ലെക്സ് പ്ലേ 52ാമത്തെ എപ്പിസോഡ്. ഇത് കണ്ട ഗൈസ്, എൻ്റെ കയ്യിലിരിക്കണത് നമ്മളിന്നൊരു വിതർ ഫാം ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെന്താ ചെയ്യാൻ പോണേന്ന്. പിന്നെ ഇത് ഇവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് നാളായില്ലേ, അതുകൊണ്ട് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായ 2 ആമകളെ കാണാനില്ല കേട്ടാ. ഞാൻ ഒന്നും ചെയ്തതല്ലെന്ന്, അവന്മാർ അപ്പുറം പോയി കിടക്കണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതോ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരണേ, എനിക്ക് തോന്നുന്നു മുന്നേ ഉണ്ടായ മുട്ട വിരിഞ്ഞതായിരിക്കും ഇവർ. എന്തായാലും അവിടെ ഉണ്ടായ 2 ആമേനെ കാണാനില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ നെതർ പോർട്ടൽ വഴി പോയിണ്ടാവും. പിന്നെ ഇത് ഇവിടെയാണെങ്കിൽ കുറേ കവുണ്ട് ഗൈസ്, ഇവന്മാരെയൊക്കെ ഒന്ന് കൊല്ലണം ഗൈസ്. പിന്നെ ആണെങ്കിൽ ഇതേ ഇവിടെയാണ് നമ്മുടെ ട്രേഡിങ് ഹാള്. പിന്നെ ഇത് ബീക്കണും കാര്യങ്ങളും ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ബീക്കൺ നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഇനി നമുക്ക് 2-3 ബീക്കനും കൂടി വേണം. അതിന് വേണ്ടിയാണ് ഞാൻ വിതർ ഫാം ഉണ്ടാക്കാൻ വേണേ. വിതർ ഫാം വർക്കാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ ഗൈസ്. എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ അയൺ ഫാം അത്യാവശ്യം വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. എന്തായാലും ഇതൊക്കെ ഒന്ന് ഒരു 3 അയൺ ഫാം കൂടി ഉണ്ടാക്കണം ഗൈസ്. കാരണം അവിടെ ഭയങ്കര ഇതിനൊന്നും വരണേ ഇല്ല കേട്ടോ ഗൈസ്. ഉള്ളതൊക്കെ എടുത്ത് ഞാൻ റോക്കറ്റ് ഉണ്ടാക്കി, വെറുതെ ഇരിക്കല്ലെന്ന്, കുറച്ച് ആവശ്യം ഉണ്ടാവുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ നെതർ പോർട്ടലിൽ പോയിട്ട് നമ്മുടെ പണി തുടങ്ങാം ഗൈസ്. ഇനി നമുക്ക് സമയം കളയാനില്ല. പിന്നെ നമ്മൾ 4K ലോഡിങ്ങാണ്. ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും മര്യാദയ്ക്ക് പോയി സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തോന്ന്. അപ്പോൾ നമുക്കെന്തായാലും സാധനങ്ങളൊക്കെ എടുക്കട്ടെ. എല്ലായിടത്തും കുറച്ച് ഫുഡും കൂടി ഇരുന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് പോവാം ഗൈസ്. വാതിലടയണില്ലല്ലോ, ഓട്ടോമാറ്റിക് വാതില, പക്ഷെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. പോട്ടെ, റൈറ്റ്. കത്തിയാ ഇല്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ബെഡ്റോക്ക് ആയിരുന്നു. ഇല്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അതെൻ്റെ എന്തോ നെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇനി നമുക്ക് സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ പോർട്ടലിലല്ലോ, മറ്റേ ഇത് ഉണ്ടാക്കണ സ്ഥലം ഉണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ പേര്? ഫോർട്രസ്. ചെറിയ ലാഗ് അടിക്കണം. എന്താണ് നെതറിലൊന്നും ഇത്ര നാളായിട്ട് വരാണ്ടാണോ എന്തോ ലാഗ് അടിക്കേണ്ട കേട്ടോ ഗൈസ്. എന്തോ വിഷയമായിട്ട് പ്രശ്നമുണ്ട്. ഇവന്മാരോട് നിൽക്കണ്ട ഗൈസ്, ഇവന്മാർ നല്ല ശല്യമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട, എനിക്കറിയാം ഇവന്മാരെ പണ്ടേ എനിക്ക് അറിഞ്ഞൂടെ. ഇവന്മാർ കള്ളന്മാരാ, നിങ്ങളെപ്പോലെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ലേ കാണണേ, കുറച്ച് ശരി. ഓക്കെ, അപ്പോൾ ഈ ബ്ലേസ് റോഡ് എടുക്കട്ടല്ലോ. എന്തായാലും ഇരുന്നോട്ട് എൻ്റെ അമ്മച്ചി. തുപ്പല്ലേ കുത്തു, അത് പോയി. ഓക്കെ, ഇവിടെ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. എപ്പോഴാണെങ്കിലും പിറകിൽ നിന്ന് അടി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് വേണം നിൽക്കാൻ ആൾക്ക്. അതെ കണ്ട, ഞാൻ പറഞ്ഞില്ല പുള്ളിക്ക് അവനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റയടി. നോട്ട് ബാക്ക് ഉള്ളതുകൊണ്ടായി. ഒരു സോഡും കൂടി ഉണ്ടാക്കണം കേട്ടോ. ഇതിൽ തന്നെയാണെങ്കിൽ നോട്ട് ബാക്ക് ഈ ഫയർ ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ വിതറിനെ കൊല്ലാൻ പറ്റില്ല. വിതർ സ്കെൽട്ടനെ കൊല്ലാം, വിതറിനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റേ കില്ലർ യൂസ് ചെയ്യേണ്ടി വരും. മറ്റേ എൻ്റെ പോയിട്ട് ആ പോർട്ടൽ വെച്ചിട്ട് മറ്റേ ഒരു ഓപ്സൈഡിൻ മറ്റേ ബെഡ്റൊക്കെ വെച്ചിട്ടൊരു സംഭവമില്ലേ, അത് തന്നെ. മരൊക്കെ കൊന്നിട്ട് ഞാൻ ഇനി ഭയങ്കര പണിയായിരിക്കും ഗൈസ്. നിങ്ങളെന്തായാലും പോയി റീപ്ലേ മോഡ് കണ്ടിട്ടോ, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. അപ്പോൾ റീപ്ലേ മോഡ് സ്റ്റാർട്ട്.
എൻ്റെ പേര് RS. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ ലാവേലും വീണ്. എനിക്ക് തന്നെ വേണമെന്ന് കുരങ്ങനെ പോലെ കയറി അല്ല നല്ല അതായത് ആനിമേഷൻ്റെ എന്തോ അത് കയറി പോകണ്ട. അയ്യോ കത്തണോക്കി കത്തൽ കണ്ട ഇതിൽ മറ്റേ ലൂട്ടും കാര്യങ്ങളൊക്കെ വന്നാണ്ടായി. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തില്ലേ കൈസ്, അതാണ് വിഷയം. ഇവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളെന്തായാലും ലാസ്റ്റ് കണ്ടേണ്ടാവുമല്ലോ എന്തോരം ലൂട്ട് വരണേന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ തല തിരിഞ്ഞു പോയി. എൻ്റെ തല തിരിഞ്ഞു പോയി. വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നു. ഇതിൽ നിന്ന് സത്യത്തിൽ നമുക്ക് ബ്ലേസ് ഫാമാണ്, കാരണം ഇവിടെ ബ്ലേസാണ് സ്പോൺ ആവണം. എന്തോ ഞാൻ തെറ്റിച്ചു. പിന്നെയാണ് ഇത് ഇവിടെ ഉണ്ടായ കാർപ്പറ്റൊക്കെ കത്തിപ്പോണ് ബ്ലേസ് സ്പോണായിട്ട്. പിന്നെ ഈ സ്ലാബൊക്കെ വെച്ച് ഞാൻ നോക്കിയെങ്കിൽ ഇതൊന്നും വർക്കാവണില്ല കേട്ടോ ഗൈസ്. എനിക്ക് അത്യാവശ്യം വിതരണം എനിക്ക് ഇവിടെ നിന്ന് കിട്ടണമില്ല. ഇത് ഫ്ലോപ്പായെന്നാണ് എനിക്ക് തോന്നണേ. ദൈവനൊരു പേരൊക്കെ ഇട്ട് ഇവിടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ പേര് ഗസ് ചെയ്യണ ഒരാൾക്ക് എൻ്റെ വക 500 രൂപ എന്നൊക്കെ പറയണമെന്നുണ്ട്. ഞാനൊരു പാവമായതുകൊണ്ട് എൻ്റെ പൈസ ഇല്ലെന്ന് ഞാൻ എന്ത് ചെയ്യാനാ. ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ ഗൈസ്. ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ബീക്കണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അവിടെ പോയി കുറച്ച് ദൂരത്തേക്ക് പറന്നു പോവുക, എന്നിട്ട് വീണ്ടും വരുമ്പോൾ അവിടെ സ്പോണും അങ്ങനെ കൊല്ല ഗൈസ്. അല്ലാണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പോയി അങ്ങനെ കൊന്ന് 4 വീക്കണം എന്തായാലും ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് 4 വീക്കണേക്കാൾ കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ഫാമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് കോളും കൂടിയും കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു വലിയ ബ്ലേസിന് കിട്ടുമെന്ന്, വലിയ മത്തങ്ങ പോലത്തെ ഒരു വലിയ ബ്ലേസ്. അതിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. ബ്ലേസ് ഫാമൊക്കെ ഫ്യൂവലായിട്ട് വേണമെങ്കിൽ എടുക്കാം, നല്ലത് നഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം, ഇവിടെ കുറച്ച് ഗ്ലോബറൊക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ടായി. തേങ്ങ കൈ തൊട്ടുപോയിലേക്ക് അത് താഴേക്ക് വീണ്. അത് ഞാൻ അവിടെ ഇരിക്കട്ടെ, അല്ലേ വേണ്ട കുറച്ച് ബോൺമേലിരിക്കുന്നുണ്ട്. ഓക്കെ ഇപ്പോൾ കൊള്ളാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതായിരുന്നു ഗൈസ്. ബട്ട് എന്ത് ചെയ്യാനാ, നമ്മൾ വിചാരിക്കണതെല്ലാം നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ആ ഫാം എന്തായാലും ഫ്ലോപ്പായിട്ടുണ്ട്. ഇതിനേക്കാളും നല്ലൊരു വലിയ ഫാം ട്രൈ ചെയ്യാമെന്ന്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. വീടൊക്കെ അത് ഇപ്പോൾ തിളങ്ങിയുണ്ട്, മാല ബൾബ് ഇട്ട പോലെയുണ്ട്, നല്ല രസമില്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ബിൽഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. ഇത് ഇവിടെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്ലിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു മെഗാ ബിൽഡ് വരേണ്ടത്. അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ ലൈവിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈവ് കാണാത്ത എല്ലാവരും പോയി ലൈവ് കണ്ടതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഗൈസ്. ഇത് നമ്മുടെ 4 ബീക്കൺ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് ഗൈസ്. നിങ്ങൾ 4 ബീക്കൺ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഒരാളുടെ വെല്ലിൽ വെറുതെ പറഞ്ഞാൽ കേട്ടോ. ഇനി അത് കാര്യമൊന്നും പറയണ്ട. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തോ സാധനങ്ങൾ ഒക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാനായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ഞാൻ താഴെ വീണ് ചാവാൻ പോണെന്ന് മനസ്സിലിരിക്കുള്ളൂന്ന്. ഞാൻ പോട്ടെ ഗൈസ്. കൊള്ളാലേ ഇതൊക്കെ പറക്കാൻ, കൊള്ളാട്ടെ ഗൈസ്, നല്ല രസമുണ്ട്. അയ്യോ ഞാൻ തറയെ വീട്. എൻ്റെ കാല് പോയി ആനിമേഷൻ കണ്ട നല്ല രസമില്ലേ ഗൈസ്. എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ ആനിമേഷൻ ബാക്ക് ചോദിക്കുന്നു, തരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും 4K ഓടിങ്ങാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ 4K അടിച്ച് കാണണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ചോട്ടിക്കുക. നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഗെയിം കളിക്കുന്ന ആർക്കെങ്കിലൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി ഞാൻ പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ലെന്ന്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു നല്ല ബിൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നല്ല ബിൽഡും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്.